പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ വലിയ ആകാംക്ഷയോടെയാണ് ഇസ്രായേൽ ഉറ്റുനോക്കുന്നതെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവ് ഗൈനിർ 24 പറഞ്ഞു. 7 മേഖലകളിൽ ചർച്ചകൾ ഉണ്ടാകും. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ഇസ്രായേൽ ശക്തമാക്കുമെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവ് പറഞ്ഞു. This week, Prime Minister Modi is going to come and visit Israel. We're very excited for this opportunity and we're thrilled to have him over. There has been many visits from Israel to India in 2025. I think 7 ministerial visits. We have signed multiple agreements. We're looking to expand our defense cooperation. We're working to sign an FDA. We have talks in AI, quantum, cyber, and so forth. This is going to be exciting. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെടും. ഡൽഹിയിൽ നിന്ന് വിനീത വിജി തത്സമയം ശരിയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നത്. അതിനിടയിലാണ് നമുക്കിപ്പോൾ ഗൈനിറിന്റെ പ്രതികരണം ലഭ്യമായിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇസ്രായേൽ വലിയ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ഇസ്രായേൽ ശക്തമാക്കുമെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 7 മേഖലകൾ സംബന്ധിച്ചായിരിക്കും പ്രധാനമായിട്ടും ഈ ചർച്ചകൾ ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രതിരോധം, ഒപ്പം തന്നെ വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകൾ തന്നെയാണ്. ഇത് കൂടാതെ സാങ്കേതിക വിദ്യ, സഹകരണം ഉൾപ്പെടെയുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുമെന്നും ഗൈനിർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വ്യാപാരം, പ്രതിരോധം ഉൾപ്പെടെയുള്ള കരാറുകൾ തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇസ്രായേലിലെ ഇന്ത്യൻ വംശജരുമായി കൂടിക്കാഴ്ച നടത്തും. അങ്ങനെയുള്ള ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇസ്രായേൽ പാർലമെന്റിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നേതാവ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.